ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഹോസ്പിറ്റലിലോട്ട് കുറച്ച് നഴ്സിംഗ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് മെയിൽസിന് എന്തെങ്കിലും വാക്കൻസി ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ വാക്കൻസി വന്നിട്ടുള്ളത് മെയിൽസിനും ഫീമെയിൽസിനും വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ എത്തിച്ചു കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തമാരൻ. വെൽക്കം ടു മൈ ചാനൽ. ജോബ് ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ മാക്സിമം കഴിയുന്ന ടൈമിന് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറേ റിപ്ലൈ കൊടുക്കാനുണ്ട്. ഞാൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എനിക്കുള്ളത് കൊണ്ടാണ് കുറച്ച് ബിസി ആകുന്നത് കൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാൻ ഡിലേ ആവുന്നത്. പക്ഷേ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. മാക്സിമം നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതായിരിക്കും. ക്ലിയർ ആകാത്തവർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക, ഞാൻ അവർക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ അയക്കുമ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ ചിലപ്പോൾ തരാൻ പറ്റില്ല, ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും. എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈമിനായിരിക്കും ഞാൻ റിപ്ലൈ തരുന്നത്. അപ്പോൾ നമുക്ക് ജോബ് ഡീറ്റെയിൽസിലോട്ട് പോവാം. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ ജോബ് വാക്കൻസീസ് വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഈ ജോബ് പബ്ലിഷ് ചെയ്തേക്കുന്നത് 31/1/2025 ഈ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് NICU, HDU, OR മദർ ആൻഡ് ചൈൽഡ്, ER മദർ ആൻഡ് ചൈൽഡ്, CCL, CCU, CICU, കാർഡിയാക് OR, കാർഡിയാക് വാർഡ്, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീഷണർ. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടാണ് ഇപ്പോൾ വാക്കൻസീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകണം. അത് പോസ്റ്റ് രജിസ്ട്രേഷൻ, നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 2 ഇയർ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടാകണം. അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇത് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങളിത് അപ്ലൈ ചെയ്യുക. ഇത് ഏത് ഏജൻസിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഇത് ഏത് ഇമെയിലോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞ ജോബിൻ്റെ ഹോസ്പിറ്റൽ നെയിം എന്ന് പറയുമ്പോഴത്തേക്കും ആംഡ് ഫോഴ്സ് ഹോസ്പിറ്റൽ സദേൺ റീജിയൻ ആണ്, AFHSR. ഒന്നുകൂടെ പറയാം, ആംഡ് ഫോഴ്സ് ഹോസ്പിറ്റൽ സദേൺ റീജിയൻ, AFHSR. നമുക്ക് ഇനി അടുത്തൊരു ജോബ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഈ ജോബും പബ്ലിഷ് ചെയ്തേക്കുന്നത് 31/1/2025 നഴ്സിംഗ് ജോബാണ്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടത് മെയിൽ ആൻഡ് ഫീമെയിൽ വാക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർക്ക് വേണ്ടത് റിസർച്ച് കോർഡിനേറ്ററിനെയാണ്. ആ ഹോസ്പിറ്റൽ വരുന്നത് കിങ് ഫഹദ് മിലിറ്ററി മെഡിക്കൽ കോംപ്ലക്സ്, ദെഹ്റാനിലോട്ടാണ് വരുന്നത്. ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഏജൻസിയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ ജോബ്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ ജോബും ഈ ജോബിനും അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ CV, അപ്ഡേറ്റഡ് CV ഒരു ഇമെയിലിലോട്ട് അയക്കുക. ആ ഇമെയിലിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിലും ഏജ് ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 2 ഇയർ മിനിമം 2 ഇയർ എക്സ്പീരിയൻസ്, അതും നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 2 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് ഈ ജോബിന് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പ്രോമെട്രിക് എക്സാം അല്ലെങ്കിൽ നിങ്ങൾ സൗദി കൗൺസിലിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ച് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഇതുപോലെ നഴ്സിംഗ് വാക്കൻസീസൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വയ്ക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ 1 മാസം കഴിഞ്ഞ് കണ്ടിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കൻസീസൊക്കെ ക്ലോസ് ആകുന്നതായിരിക്കും. അത് കാരണം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് ടൈം അറ്റ് എ ടൈം നിങ്ങൾ കണ്ട് ഇത് അപ്ലൈ ചെയ്യുക. ഞാൻ ഏജൻസി ഡീറ്റെയിൽസും ഇമെയിൽ അഡ്രസ്സും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ആ ഇമെയിലിൽ നിങ്ങളുടെ CV നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഏജൻസി നെയിം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഈ ജോബിന് ഡയറക്റ്റും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഏജൻസിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ജോബ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ജോബാണ്. അത് കാരണം നിങ്ങൾ ഒരു കാശും കൊടുക്കേണ്ടതില്ല. ഈ ഏജൻസിയും നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസിയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.